ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പോണൻറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന ചാപ്റ്ററാണ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 2 ആണിത്. അതുപോലെ തന്നെ +1 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 3 ആണിത്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ കമൻസ് ഒക്കെ എഴുതുക. അപ്പോൾ നിങ്ങളുടെ ലൈക്സും കമൻസൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. The free and open source software gives the user the freedom to use, copy, distribute, examine, change and improve the software. അതായത് യൂസേഴ്സിന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന, കോപ്പി ചെയ്യാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടേതായ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നൽകാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ലെവൽസാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ആണ് ഈ 4 ലെവൽസ് ഓഫ് ഫ്രീഡം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് ഫ്രീഡം 0, അതായത് ദ ഫ്രീഡം ടു റൺ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. അതായത് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിന് നമുക്ക് ഫ്രീ ആയിട്ട് റൺ ചെയ്യാം. അടുത്തത് ഫ്രീഡം 1, ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്സ് ആൻഡ് അഡാപ്റ്റ് ഇറ്റ് ടു യുവർ നീഡ്സ്. അതായത് ആ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന രീതി നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. ആക്സസ് ടു സോഴ്സ് കോഡ് ഷുഡ് ബി പ്രൊവൈഡഡ്. അതായത് ഇങ്ങനെ നമുക്ക് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ കോഡ് നമുക്ക് ലഭിക്കണം. ഇവിടെ ആ പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡും പ്രൊവൈഡ് ചെയ്തിരിക്കും. അടുത്തത് ഫ്രീഡം 2, ദ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ് ഓഫ് ദി സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയറിൻ്റെ കോപ്പീസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം കൂടിയാണ് ഫ്രീഡം 2 എന്ന് പറയുന്നത്. അടുത്തത് ഫ്രീഡം 3, the freedom to improve the program and release your improvements to the public so that the whole community benefits. അപ്പോൾ ഫ്രീഡം 3ലേക്ക് വരുമ്പോൾ നമുക്ക് ആ പ്രോഗ്രാം ഇമ്പ്രൂവ് ചെയ്യാം, മാത്രമല്ല നമ്മുടേതായ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ആ ഒരു ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് കോഡിൽ നിങ്ങളുടേതായ രീതിയിൽ ചേഞ്ചസ് വരുത്തുന്ന ആ ചേഞ്ചസോടുകൂടി പിന്നീട് അത് പബ്ലിക്കലി അവൈലബിൾ ആക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഫ്രീഡമാണ് ഫ്രീഡം 3 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും വരുന്ന ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. GNU or Linux, ഇത് ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്തത് ജിംപ് എന്ന് പറയുന്നത് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. മൊസില്ല ഫയർഫോക്സ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അടുത്തത് ഓപ്പൺ ഓഫീസ് ORG. ഓപ്പൺ ഓഫീസ് ORG എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. അതായത് നിങ്ങൾക്ക് അവിടെ എക്സൽ ഷീറ്റ് ഉപയോഗിക്കാം, അതായത് സ്പ്രെഡ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് നടത്താം, പ്രസൻറ്റേഷൻസ് ചെയ്യാം, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷനും ചെയ്യാം. സോ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് പാക്കേജാണ് ഓപ്പൺ ഓഫീസ് ORGയിൽ വരുന്നത്. അപ്പോൾ വിൻഡോസിലും അതുപോലെ തന്നെ ലിനക്സിലും ഈ ഓപ്പൺ ഓഫീസ് ORG വർക്ക് ചെയ്യുന്നതാണ്. അടുത്തത് ഫ്രീ വെയർ ആൻഡ് ഷെയർവെയർ. ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർസിനാണ് ഫ്രീ വെയർ എന്ന് പറയുന്നത്. അതുപോലെ ഷെയർവെയർ എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഒരു ട്രയൽ ബേസിസിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോഴും നമുക്ക് എല്ലാ ഫംഗ്ഷനാലിറ്റീസും ലഭ്യമാകുന്നില്ല. പിന്നീട് അതിന് ശേഷം അതിൻ്റെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു ചാർജ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു ഡിഫറൻസ് ആണ് ഈ ടേബിളിൽ നൽകിയിരിക്കുന്നത്. ഫ്രീവെയർ refers to the software that anyone can download from the internet and use it for free. അതായത് ആർക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഷെയർവെയറിലേക്ക് വരുമ്പോൾ എന്താ? ഷെയർവെയർ gives users a chance to try the software before buying it. ആ സോഫ്റ്റ്വെയർ നമ്മൾ എമൗണ്ട് പേ ചെയ്ത് വാങ്ങുന്നതിന് മുൻപ് അത് ട്രൈ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും. ഫ്രീവെയർ ഓൾ ദ ഫീച്ചേഴ്സ് ആർ ഫ്രീ. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഷെയർവെയറിലേക്ക് വരുമ്പോൾ ഓൾ ഫീച്ചേഴ്സ് ആർ നോട്ട് അവൈലബിൾ. ടു യൂസ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ദി സോഫ്റ്റ്വെയർ യൂസർ ഹാസ് ടു പർച്ചേസ് ഇറ്റ്. എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആയിട്ട് അവൈലബിൾ ആകണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും ഫീച്ചേഴ്സ് വേണമെങ്കിൽ, അതായത് പെയ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് ഫ്രീ വെയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതേസമയം ഷെയർവെയർ മേ ഓർ മേ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ഇൻ മെനി കേസസ് ഓതേഴ്സ് പെർമിഷൻ ഈസ് നീഡഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഷെയർവെയർ. മാത്രമല്ല ഷെയർവെയർ സോഫ്റ്റ്വെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഓതറിൻ്റെ പെർമിഷൻ കൂടി നമുക്ക് ആവശ്യമാണ്. ഇത്രയാണ് ഫ്രീ വെയർ ആൻഡ് ഷെയർവെയറിൻ്റെ കമ്പാരിസൺ ടേബിൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണല്ലേ. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. Proprietary software is a computer program that is an exclusive property of its developer or publisher
ആൻഡ് cannot be copied or distributed without licensing agreement. ഡെവലപ്പ് ചെയ്യുന്ന ആളുടെ, അതായത് ഡെവലപ്പറുടെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടിയാണ് ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അയാളുടെ അനുവാദമില്ലാതെ ലൈസൻസിങ് എഗ്രിമെൻറ്റ്സ് കൂടാതെ നമുക്കിത് കോപ്പി ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ സാധിക്കില്ല. സോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MS ഓഫീസ്, MacOS. ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന ആളുകളെയാണ് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർസ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. നമ്മൾ തന്നെ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. നമ്മളൊരു ഹ്യൂമൻ വെയർ ആണ്. അല്ലെങ്കിൽ ഒരു IT ഫേമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഹ്യൂമൻ വെയേഴ്സിനെ കാണാൻ സാധിക്കും. അതുമല്ല, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ റിസപ്ഷനിൽ മറ്റും നമുക്ക് ഹ്യൂമൻ വെയേഴ്സിനെ അല്ലെങ്കിൽ ലൈവ് വെയേഴ്സിനെ കാണാൻ സാധിക്കും. ആ ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കുക. ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ മീൻസ് പേഴ്സൺസ് ഹു യൂസ് കമ്പ്യൂട്ടർ. നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുള്ള പേരുകളാണ്. സിസ്റ്റം അനലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഹ്യൂമൻ വെയേഴ്സും അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുക. എസ്പെഷ്യലി മൾട്ടി യൂസർ കമ്പ്യൂട്ടേഴ്സ് സച്ച് ആസ് സെർവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ IT സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്യുന്ന ആളുകളെയാണ് സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതായത് ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഡിസൈൻ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഡാറ്റാബേസ് സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. ഈ ഒരു ടേബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ഇതോടുകൂടി കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്തു. ഈ ചാപ്റ്ററിൽ 10 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കുഞ്ഞു ക്ലാസ്സുകളാണ്. ആ കുഞ്ഞു വീഡിയോസ് കണ്ട് ഓരോ ദിവസം നിങ്ങൾക്ക് അന്നുള്ള പോർഷൻസ് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇനി സാറ്റർഡേ സൺഡേ വരുന്ന 2 ദിവസം കൊണ്ട് കഴിയുന്നവരെല്ലാവരും ഇതുവരെ നമ്മൾ എടുത്ത പോർഷൻസ് എല്ലാം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് മനസ്സിലാകുന്നുണ്ടാവും. എന്നിരുന്നാൽ കൂടി നിങ്ങളുടേതായ രീതിയിൽ വായിച്ചു പഠിക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യുക. ഈ പഠിച്ച ടോപ്പിക്സ് മറന്നു പോകാതിരിക്കാനായിട്ട് വീണ്ടും അത് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക, ചെറിയ നോട്ട്സ് ആക്കിയൊക്കെ വെക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം ഒന്നുമില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുക. നിങ്ങളുടേതായ രീതിയിലുള്ള നോട്ട്സ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിന് ഈ ചാപ്റ്ററിലെ ടോപ്പിക്സ് എല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ മറന്നു പോകാതെ ഇപ്പോൾ എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്നെ എഴുതി അറിയിക്കുക. നിങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ, യൂട്യൂബിലൂടെ നമ്മൾ ക്ലാസ് എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കമൻസിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Thank you.